ഹേമയുടെ നഗരവീതിയിലുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലാണ് ഇന്നത്തെ എൻ്റെ അംഗം നടക്കുന്നത്. നോക്കൂ, എന്നൊക്കെ വലിയൊരു ബോളും പിടിച്ചുകൊണ്ട് ഫിഫ വേൾഡ് കപ്പാണ് അവിടെ നടക്കുന്നത് എന്നുള്ള ചിന്തയിലാണ് ഞാൻ അവിടെ ബോളുമായി തട്ടി തട്ടി നടന്നത്. ആ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫസ്റ്റ് ഫ്ലോർ മൊത്തം ഞാൻ ആ ബോളുമായി അലഞ്ഞ് തിരിഞ്ഞ് നടന്നു. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ചെറുതായെന്ന് വീണു. അത് നിങ്ങൾ കാര്യമാക്കണ്ട. പിന്നെ എൻ്റെ മുഖത്ത് ചമ്മൽ, അത് നിങ്ങൾ ഒട്ടും കാര്യമാക്കണ്ട. ബോളിന് എന്തെങ്കിലും പറ്റിയോന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം എനിക്കൊന്നും പറ്റിയില്ല. അങ്ങനെ ബോളും എടുത്ത് വീണ്ടും ഞാൻ നടന്നു. അപ്പം നോക്കൂ, അതാ അവിടെ ഒരു ചേട്ടനെടുത്ത് തുണി മടക്കുന്നു. പുള്ളിയുടെ അടുത്ത് പോയി കുറച്ചു നേരം വിരകിയൊക്കെ നിന്നു. പക്ഷെ പുള്ളി എന്നെ മൈൻഡ് പോലും ചെയ്തില്ല. കളിക്കാൻ വരുമോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഇനിയിപ്പോൾ അവിടെ നിന്നത്. പക്ഷെ പുള്ളി അവിടെ ജോലി എടുക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ആ ബോളും പൊക്കി എടുത്തോണ്ട് നടന്നു. എന്നെക്കാട്ടിലും വെയിറ്റുള്ളൊരു ബോളായിരുന്നു. പക്ഷെ വീണ്ടും ഞാനത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഞാൻ വീണ്ടും ബോൾ എടുത്ത് ബില്ലിംഗ് കൗണ്ടറിലേക്ക് എറിഞ്ഞ്. ഇനി ബില്ലടിക്കുന്ന ചേച്ചിക്ക് കളിക്കാൻ വരാൻ താല്പര്യം പക്ഷെ അവരുടെ താല്പര്യമില്ലായിരുന്നു. അവരെന്നെ ഒന്ന് കണ്ണടച്ച് കാണിച്ച് ചിരിച്ചിട്ട് വീണ്ടും ബില്ലടിച്ചു. ഞാൻ വീണ്ടും അതുപോലെ നടന്നപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എന്നോട് സഹതാപം തോന്നി. ഒരടി അടിച്ചു. അത് കണ്ട് ഞാൻ സന്തോഷിതയായി. വീണ്ടും അതുമായി ഞാൻ ബില്ലിംഗ് കൗണ്ടറിലേക്ക് ഒറ്റടിയൊടിച്ചു. എന്തോ ഭാഗ്യത്തിന് അവരെന്നെ ഇറക്കി വിട്ടില്ല. വീണ്ടും ആ ബോളും എടുത്ത് ഞാൻ ആ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് മുഴുവൻ നടന്നു. പിന്നെ ഈ ബോൾ എനിക്ക് ഇവർ വാങ്ങി തന്നില്ല എന്നുള്ളത് മറ്റൊരു നഗ്ന സത്യം. ഉള്ളതാട്ടെ എന്ന് കരുതി ഉള്ള സമയം കൊണ്ട് കളിക്കാമെന്നോർത്ത് ഞാൻ ആ ബോളുമായി അവിടെ ഇവിടെയും എല്ലാം ഓടി നടന്നു. അപ്പോൾ ക്യാമറാമാൻ എൻ്റെ പുറകിനോടി. അങ്ങനെ ഞാൻ ആരെങ്കിലും എൻ്റെ കൂടെ കളിക്കാൻ കിട്ടുമോ എന്നാണ് തപ്പിക്കൊണ്ട് നടക്കുന്നത്. കാരണം എൻ്റെ വീട്ടുകാരൊന്നും കളിക്കാൻ വരുന്നില്ല. അങ്ങനെയാണ് അവിടുന്ന് എനിക്കൊരു അങ്കിളിനെ കിട്ടിയത്. പുള്ളി എന്തൊക്കെയോ ഡ്രസ്സുകൾ പെറുക്കിയെടുക്കുന്നതിൻ്റെ ഇടയിലാണ് എൻ്റെ ഈ പരാക്രമം കണ്ടത്. പിന്നെ പുള്ളി എന്നെ കണ്ടപ്പോൾ സഹതാപം തോന്നിയിട്ടാണോന്നറിയില്ല, എനിക്ക് ബോൾ ഇതാ ഇങ്ങനെ എറിഞ്ഞു തന്നുകൊണ്ടിരുന്നു. ഞാൻ കാലുകൊണ്ടും കൈകൊണ്ടും മാറി മാറി അടിച്ചു കൊടുത്തു. കാരണം എൻ്റെ കൂടെ കളിക്കാൻ കുറേ നേരത്തെ പ്രയത്നത്തിന് ശേഷമാണ് അയാൾ തയ്യാറായത്. വീണ്ടും ഞാൻ ബോൾ തട്ടിക്കൊണ്ടേയിരുന്നു. പുള്ളിക്ക് ഏകദേശം പെട്ടു എന്ന് മനസ്സിലായി. ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി പുള്ളി നന്നായി ചിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു. ഞാൻ വിട്ടുകൊടുക്കുകയില്ലാന്ന് കണ്ടപ്പോൾ പുള്ളി ജീവനും കൊണ്ട് അവിടുന്നോട് രക്ഷപ്പെടുകയായിരുന്നു ഗൈസ്. പിന്നെ വീണ്ടും